ബിഗിൻസ് വെൻ കസ്റ്റമർ സേസ് നോ. കസ്റ്റമർ എപ്പോഴാണോ നോ പറയണത്, എപ്പോഴാണോ ഒരു ഒബ്ജക്ഷൻ കൊണ്ടുവരുന്നത്, ആ ഒബ്ജക്ഷൻ കൊണ്ടുവരുമ്പോഴാണ് സെയിൽസ് തുടങ്ങുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യകതകൾ അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ പെർഫോമൻസ് അവർ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടില്ലെങ്കിൽ അവർ കസ്റ്റമർ കംപ്ലൈന്റ് രജിസ്ട്രേഷൻ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ട് അവർ കുറച്ചും കൂടി അവർക്ക് കുറച്ചും കൂടി അതിനുള്ള സൊല്യൂഷൻസ് പെട്ടെന്ന് കിട്ടണം. പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴുള്ള സന്തോഷം ഒരിക്കലും പ്രൊഡക്റ്റിന്റെ മേലുള്ള എക്സ്പെക്ടേഷൻസ് ക്ലാഷ് ആകുമ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുമ്പോഴും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ സെയിൽസ് ചെയ്തതിന് ശേഷമുള്ള ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല സ്ട്രോങ് ആവേണ്ടത്, സെയിൽസിന് ശേഷമുള്ള കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്, പോസ്റ്റ് സെയിൽസ് സപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. കാരണം അവരുടെ സൊല്യൂഷൻസ് എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചാൽ പിന്നീട് ആ ഒരു കസ്റ്റമർ 10 കസ്റ്റമേഴ്സിനെ കൊല്ലും മാർക്കറ്റിൽ. One dissatisfied customer will kill the 10 prospects. One satisfied customer will bring 10 customers എന്നാണ് പറയുന്നത്. ഒരു കംപ്ലൈന്റ് സോൾവ് ചെയ്ത് കൊടുത്താൽ അവർ പറയും നല്ല കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അവരുടെ സംസാരം നോക്കൂ, അവർ സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്, വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നു, വളരെ ഓതന്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു, പ്രൊഡക്റ്റ് നോളജ് ബെസ്റ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ ഓൺ ടൈം ആണ്. ഇങ്ങനെ പറയുന്ന കമ്പനി, കാരണം എല്ലാ കമ്പനിക്കും പ്രോബ്ലം ഉണ്ടാവും, എല്ലാ പ്രൊഡക്റ്റിനും പ്രോബ്ലം ഉണ്ട്, ശരിയല്ലേ? പ്രൊഡക്റ്റിന് പ്രോബ്ലം ഇല്ലാത്ത കമ്പനി ഉണ്ടോ? സർവീസിന് പ്രോബ്ലം ഇല്ലാത്ത കമ്പനി ഉണ്ടോ? കമ്പനിയുടെ ഉള്ളിൽ ക്ലാഷ് ഇല്ലാത്ത കമ്പനി ഉണ്ടോ? കമ്പനി കസ്റ്റമേഴ്സുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ക്ലാഷസ് നോർമലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്താൽ ക്ലാഷ് എവിടെ ഉണ്ടാവും. പക്ഷേ ഈ ക്ലാഷസ് കുറക്കുന്നതും ക്ലാഷസ് എലിമിനേറ്റ് ചെയ്യുന്നതും ഇറാഡിക്കേറ്റ് ചെയ്യുന്നതും പോസ്റ്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കസ്റ്റമർ ഹാപ്പി സെന്റേഴ്സ് ആണ്, കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാ സെയിൽസ് ട്രെയിനിങ്ങിലും ട്രെയിനേഴ്സ് പറയുന്നത് എന്താണ്, നിങ്ങളുടെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അതോടുകൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെയും ഒരു പരിധിവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണല്ലോ?